വളരെ വസ്തുതാപരമായി തന്നെ ഞങ്ങള് ഇവിടെ അവതരിപ്പിച്ച കാര്യം ഈ IBTയുടെ കെയർ ഓഫിൽ ഒരു കുത്ത് IBT രൂപപ്പെടുത്തിക്കൊണ്ട് ചില വിശകലനങ്ങളും വിമർശനങ്ങളും നടക്കുന്നു. ഇപ്പൊ ബൈബിളിനെ കോപ്പി അടിക്കാത്ത ബൈബിളിനെ കോപ്പി അടിക്കാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് വിശകലനം ചെയ്തിട്ട് വരികയാണ്. അതൊന്ന് മാറിയത് ഇവരെ സംബന്ധിച്ചോളം വലിയ ആശയ ദാരിദ്ര്യത്തിലാണ്. ആശയ ദാരിദ്ര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ ഇവിടെ എനിക്ക് പരിചിതനായ ഒരു ദേവാസനുണ്ട്. അദ്ദേഹം പണ്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പൊ എൻ്റെ കുട്ടികൾ തീരെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അതിൽ വലിയ കുട്ടി ചെറിയ കുട്ടിയും തമ്മിലൊരു കലഹം കഴിഞ്ഞിട്ട് ഈ ചെറിയ കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പപ്പ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു പറയാൻ. ഞാൻ ചെന്താ, ഞാൻ ഇവളെ പന്നക്കൊച്ചേന്ന് വിളിക്കുമ്പം അത് പറയുന്നവർ തന്നെയാണെന്ന് പറയാന്ന്. അപ്പൊ ഇതിലേതാ വലിയ കുറ്റവും നിങ്ങളൊന്ന് വിചാരിച്ചേ. ചെറിയ പുള്ളി വലിയ പുള്ളിയെ പറ്റി പറഞ്ഞാണ് പന്നക്കൊച്ചേന്ന് വിളിക്കുമ്പോൾ പറയുന്നവർ തന്നെയാണ് എന്ന് പറയുക. ഇതുപോലെ ഇരിക്കുന്നു ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ്. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും, അത് വേണ്ടി വരുന്നു ഇവർക്ക് ഒരാഴ്ചയുള്ള ചർച്ചയ്ക്ക്. ഒരാഴ്ചത്തെ ചർച്ചയ്ക്ക് ആ ഒരു കാര്യം വേണ്ടി വരും. ഏതായാലും അതിന് സ്വന്തം ഒരു ടൈറ്റ് ഇടാൻ വേണ്ട ഗ്രാഹ്യം പോലും ഇല്ല. ഇവരുടെയൊക്കെ വാചകടി കേട്ടാൽ ഭയങ്കര ചിന്തയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മുഴുമിപ്പിക്കാൻ വേണ്ട ഒന്നുമില്ല. തെറി പറയുന്ന ആ നേരം മതി ഇവർ പോയി പഠിച്ചിട്ട് വന്ന് ഇവരുടെ മതം ഇവിടെ ഞങ്ങൾ പറയുന്ന ആ വേഗതയിൽ ഹദീസ് പറയാനോ അല്ലെങ്കിൽ ഒരു ആയത്ത് ഉദ്ധരിക്കാനോ ശേഷിയില്ലാത്ത കക്ഷികൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എടുത്തിട്ട് അത് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പുതിയൊരു കാര്യത്തിലും പറ, അങ്ങനെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഗ്രാഹ്യമുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. അതിന് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ ജീവിതമേ ഫേക്കാണ്. ഒന്നാമത്തെ വിഷയം, ഈ അബ്ദുള്ള ഒരു ഫേക്ക് അപ്പനല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു ഫേക്ക് അപ്പനുള്ള മുഹമ്മദ്. അബ്ദുള്ള മരിച്ച് 4 വർഷം കഴിഞ്ഞ് പിറക്കേണ്ടി വന്ന ഒരു മകൻ. പക്ഷേ അദ്ദേഹത്തിന്റെ അപ്പനായിട്ട് അറിയപ്പെടുന്ന ആരാ? അബ്ദുള്ള. നിങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറയാ 2 വർഷം ഗർഭാശയത്തിൽ കിടന്ന്, അങ്ങനെ പലരും കിടന്നിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ മുതലേ ആരംഭിക്കുക ഈ ഫേക്ക് ഏർപ്പാട്. പിന്നെ അള്ളാഹു ഫേക്കല്ലേ? അങ്ങനെ ഒരാളുണ്ടോ? അടുത്തത്, ഈ ജിബ്രീൽ ഫേക്കല്ലേ? ജിബ്രീൽ എന്ന് പറഞ്ഞ ഒരാളിനെ മുഹമ്മദ് കണ്ടോ? എന്ത് തെളിവ്? മുഹമ്മദിന് പോലും അറിയത്തില്ല. ഇപ്പൊ പുതിയ ഗവേഷണം, ഈ മുഹമ്മദ് പോലും ഫേക്കാന്ന. അപ്പൊ അടുത്ത കേസ് ഇട്ട് ഇപ്പൊ തന്നെ മറ്റൊരു റൂമില് ഹദീസുകൾക്കെതിരെ ഒരു മുസ്ലിം ഗ്രൂപ്പ് അതിശക്തമായി ചർച്ച നടത്തുകയാണ്. ബുഖാരിക്ക് തെറ്റിയെന്നും ഖുറാനിൽ തന്നെ അതിന്റെ പൂർണ്ണതയുണ്ടെന്നും ഒക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്താനാവാതെ വിഷമിക്കുകയാണ്. അപ്പൊ ഹദീസുകളെ കുറിച്ചുള്ള ആ ചർച്ച വരാനൊരു കാരണമുണ്ട്. ഹദീസിൽ ഇത്രയും കുഴപ്പമുണ്ടെന്ന് മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. ഞങ്ങളാണത് ബോധ്യപ്പെടുത്തിയത്. ഞങ്ങൾക്ക് അതിന് സാധിച്ചത് കൊണ്ട് ഇന്നിപ്പോ ഹദീസിനെ പേടിക്കുന്നു. ഒരു ഹദീസ് ഭീതി, ഹദീസ് ഫോബിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹദീസ് എടുത്തിടുമ്പോഴേ തൊലി ഉരിഞ്ഞു പോകുന്ന വിധത്തിൽ മുസ്ലിം സഹോദരങ്ങളാവുന്നു. അവർ പഠിച്ചതും ഗ്രഹിച്ചതും ഒക്കെയായ മുഹമ്മദ് ഇത്ര നികൃഷ്ടനും നിന്ദ്യനുമായൊരു വ്യക്തിയായി ഞങ്ങൾക്ക് കൊണ്ടു നടക്കേണ്ടി വരുന്നു എന്ന അക്ബർ സാഹിബിന്റെ ഭാഷയെ പറഞ്ഞ അപകർഷതാ ബോധം പേറേണ്ടി വരുന്നു. വലിയ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങളാണ് പൊതുജന സമക്ഷം ഈ കുഴപ്പങ്ങളെ എടുത്ത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ നിമിത്തം അനേകർ സത്യമറിയാൻ ഇടവന്നു. പാശ്ചാത്യ ലോകത്ത് ഡേവിഡ് വുഡും നബീൽ ഖുറേഷിയും ക്രിസ്ത്യൻ പ്രിൻസും ജോഷ് മക്ഡോവലും ഒക്കെ ചെയ്ത കാര്യം, അതിലൊക്കെ റേഞ്ച് കുറഞ്ഞ മലയാള ഭാഷയുടെ പരിധിക്കുള്ളിലേക്ക് ആളുകൾ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ ഫീൽഡിൽ ഇന്നലെ ആരോ ഒരാൾ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ അംഗസംഖ്യ കുറവാണ്. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ 2 3 പേര് എഴുന്നേറ്റപ്പോഴേക്കും ഇസ്ലാം എന്ന ഷീട്ട് കൊട്ടാരം തവിട് പൊടിയായി. അതൊന്നുമില്ല. ഇന്നിപ്പോ ഈ തലയ്ക്ക് തല്ലുകൊണ്ടിട്ട് ചത്തുകിടക്കുന്ന പാമ്പ് വാലിട്ടാട്ടും എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ പ്രകടനം മാത്രമാണത്. അങ്ങനെ ഈ വാക്ക് വെച്ച് നാളെ ഒരു റൂം വേണം തുറക്കും പാമ്പിന്റെ കാര്യം പറഞ്ഞു. അത്ര ആശയദാരിദ്ര്യമാണ്.
ഇപ്പൊ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ പറഞ്ഞു തരാം. ഇനി ബുദ്ധിമുട്ടാണ് ടൈറ്റിൽ ഇടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇനി മറ്റൊന്ന്, ഈ ഇവരുടെ ഒരു ആത്മാർത്ഥത കണ്ടോണം. ഒരു കമന്റ് ബോക്സിൽ അന്നിരുന്നങ്ങ് എഴുതുകയാണ്. ഈ എഴുതുന്നത് മുഴുവൻ അച്ഛന്മാര് കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചു, കന്യാസ്ത്രീകൾ ആത്മഹത്യ ചെയ്തു, പാസ്റ്റർമാര് എന്തോ തോന്നിവാസം കാണിച്ചു. ഇന്ന് പെരുമ്പാവൂരെങ്ങാണ്ട് ഒരു മനുഷ്യൻ, അയാള് പെൺകുട്ടികളെ അനധികൃതമായി കൊണ്ടുവന്ന് പറഞ്ഞൊരു വാർത്ത വന്നു, അതിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇത് വല്ലോണം ചെയ്തേ? ഉസ്താദ് പെണ്ണിനെ പീഡിപ്പിച്ചല്ലോ ഞങ്ങൾ എഴുതിയോ? ഇന്നിപ്പോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മദ്രസയിൽ, ഞങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ ആവശ്യം അതല്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ്. അതെല്ലാ സമൂഹത്തിലും ചില തലതെറിച്ച ആളുകളുണ്ട്. അപ്പൊ അതിനെ ഞങ്ങൾ ആ വിധത്തിലാ കാണുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് കാര്യം അതില്? അപ്പോ ഞങ്ങൾ ഐഡിയോളജിക്കലിയാണ് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയാനില്ല. ഒരു പോലീസ് സിസ്റ്റം ഉറപ്പിച്ച പോലെ നിങ്ങൾ അഥവാ പറയുന്നത് എന്താ? ആവർത്തനം, യെഹെസ്കേല്, ദാനിയേല്, ഇതൊക്കെ എടുത്ത് പറയുക. ഞാൻ തുടരെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരുപക്ഷെ ഈ ക്ലബ് ഹൗസിൽ ഏറ്റവും അധികം ചോദിച്ച ഞാനായിരിക്കും. നിങ്ങളുടെ നടത്തിയ ഈ കണ്ടെത്തല് മുഹമ്മദ് എന്തിയെ കണ്ടെത്താന്? മുഹമ്മദിന്റെ മുമ്പിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ആവർത്തനത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അല്ലേ ഈ ദാനിയേലിൽ എന്തോ കുഴപ്പമുണ്ട്, ഇരമ്യാവിൽ കുഴപ്പമുണ്ട്. എടാ, മുഹമ്മദ് കണ്ടെത്താനാവാത്ത സാധനം കണ്ടെത്തി പറയാൻ നിങ്ങൾ ആര്? ഞങ്ങളുടെ ചോദ്യം ഇതാ. അല്ലെ പിന്നെ ഈ പുള്ളിയിലെ കേവനാന്ന് പറയരുത്. നിങ്ങൾ മുഹമ്മദിനെ പഠിപ്പിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായം മുഹമ്മദിനില്ല, മുഹമ്മദ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ കക്ഷികൾ കൊണ്ടുവരുന്നൊരു സംഗതിയാണ്. പരിശുദ്ധൻ പാറാനിൽ നിന്ന് വിളങ്ങി. ഇതാരാണെന്നാ നമ്മൾ പറയാൻ? ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങളോട് തന്നെ പറയുന്നത്. ഒഴിവാക്കി പറയാം, അത് മുഹമ്മദ് അല്ല. ഇതൊക്കെ മുഹമ്മദിന് ഇതിനുള്ള ത്രാണിയുണ്ടോ? പരിശുദ്ധനാണോ മുഹമ്മദ്? നിങ്ങൾ എന്തോർത്താ ഈ പറയുന്നത്? ആരോടാ ഈ സംസാരിക്കുന്നത്? മുഹമ്മദിനെ പരിശുദ്ധനെന്നോ? മുഹമ്മദ് പരിശുദ്ധനാണെങ്കിൽ നമുക്ക് ഹിറ്റ്ലറെയും ഗോവിന്ദജാമിയൊക്കെ എങ്ങനെ വിളിക്കേണ്ടി വരും? നിങ്ങളെന്ന് ആലോചിച്ച്. അതിപരിശുദ്ധൻ എന്ന് വിളിക്കണ്ടേ? അവൻ പരിശുദ്ധൻ പാറാനിൽ നിന്ന് വിളങ്ങി, അഗ്നിമയമായ പ്രമാണം അവർക്ക് കിട്ടി. ഈ ഖുറാനാണോ അഗ്നിമയമായ പ്രമാണം? ഇനിയും ഈ ഉസ്മാൻ ചുട്ടത് കത്തിച്ചുകൊണ്ടാണോ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ ഇവിടെ വന്ന്, ഞാൻ പറഞ്ഞല്ലോ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾക്ക് അത്യാവശ്യം നൂറുകണക്കിന് വീഡിയോകൾ IBT പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വീഡിയോകളിൽ അധികവും ഇസ്ലാമിന്റെ വരട്ടി ന്യായങ്ങളെ, പ്രത്യയശാസ്ത്ര അബദ്ധങ്ങളെ, സാമൂഹ്യ ദർശനത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ മിക്കവാറും ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പൊ അള്ളാഹു എന്ന് നമ്മുടെ ബൈബിളിൽ വന്ന എങ്ങനെ, അന്നേരം വീഡിയോ തരാൻ ഞങ്ങൾ, അതങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ അത്യാവശ്യം എല്ലാവരും, ഞാനാണെങ്കിലും അനിൽകുമാർ അയ്യപ്പനാണെങ്കിലും നമ്മുടെ സെബാസ്റ്റ്യനാണെങ്കിലും ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോകളുണ്ട്. അതങ്ങോട്ട് ഇട്ട് തന്നാൽ മതി. ഒരളവ് അത് തീർന്നു. അപ്പൊ ഏതാണ്ട് ഞങ്ങളെ എന്നുള്ള ഇസ്ലാമിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു വരിക. അനിവാര്യ ഘട്ടത്തിൽ പ്രതികരിച്ചാൽ മതിയല്ലോ എന്നോർത്ത് ഇതിൽ നിന്ന് അല്പം മാറിക്കൊണ്ട് നമ്മുടെ കർമ്മശേഷിയൊക്കെ മറ്റു പല വിധത്തിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്തയിൽ, പ്രാർത്ഥനയിലും ശ്രദ്ധയിലുമായിരുന്നു ഞാൻ. അതിനുള്ള മെറ്റീരിയലും ഒക്കെ ശേഖരിച്ചെന്ന് വഴിമാറി ചിന്തിച്ചു കൊണ്ടായിരിക്കുകയാണ്. സമ്മതിക്കലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സമ്മതിക്കില്ല. ഇനി ഒരു കാര്യം, എവരുടെ ആളുകളെ പറ്റി ഞങ്ങൾ നടത്തിയ നിരീക്ഷണവും വിമർശനത്തിനും ഒന്നും അവർക്ക് മറുപടിയില്ല. അവരെന്തി? അവർ ഭയങ്കര ചിന്തകന്മാരായിരുന്നല്ലോ. ഞാൻ മുഹമ്മദ് ഇസ കൈക്കുമെന്ന് എല്ലാവരോടും മറുപടി പറയുന്ന, ഓരോരുത്തരെയും വീഡിയോ എടുത്തിട്ടിട്ട് തനിക്കിഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്ന മുഹമ്മദ് ഇസ എന്തിയെ കൊടുത്തതിനൊന്നും മറുപടിയില്ലേ? ആള് ജീവിച്ചിരിപ്പുണ്ടോ? എന്തു പറ്റി? ഹാരിസ് മദനി എന്തു പറ്റി? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും. ഈ സനൂജ് കാലത്തോട് വന്ന് എന്നെ വെല്ലുവിളിച്ചു പോയി. ഞാൻ അന്നേരം വെല്ലുവിളി സ്വീകരിച്ചു. കാരണം എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഉപാധി പറഞ്ഞ് മുങ്ങിയോ അങ്ങനത്തെ ഏർപ്പാടാണ്. അല്ലെ പിന്നെ നടന്നാലുള്ള സ്ഥിതി എന്താണെന്നറിയോ? ചോദ്യം ശരിയായില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഞങ്ങൾ പ്രതീക്ഷിച്ച ചോദ്യം അല്ല ഇത്. ഇങ്ങനെ ഇവരെ ആദ്യം നമ്മുടെ ചോദ്യം എല്ലാം ക്ലാസ് എടുക്കണം. സബ് സ്റ്റാൻഡേർഡ് പരിപാടിയാണ്, മാറാനുള്ള ഉപാധിയാണ് നോക്കുന്നത്. പക്ഷെ ഞങ്ങള് നിങ്ങളുടെ രീതിയല്ല. ഞങ്ങൾക്ക് ഡിബേറ്റ് ഒരു വിഷയമൊന്നുമല്ല. അതിന്റെ കാരണം നിങ്ങൾ എവിടെ പോയി, നിങ്ങളുടെ അധികായന്മാർ എവിടെ പോയി നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ കണ്ടോ ഈ ചില നാളുകളായിട്ട് നിങ്ങളുടെ സ്നേഹസംവാദം നടക്കുന്നുണ്ടോ? അതെന്താ നടക്കാത്ത? നടത്താൻ നിങ്ങൾക്ക് ശേഷിയില്ലാത്ത എന്താ? നിച്ചോട്രൂത്ത് എന്നൊരു സ്ഥാപനം ഉണ്ടല്ലോ, ഓരോ പണിയതായിരുന്നില്ലേ? എന്തേ നടത്താത്ത? നിങ്ങൾക്ക് കഴിയില്ല അതിനൊന്നും. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്ന് തേഞ്ഞൊട്ടി തീർന്നതിന്റെ ദുഃഖമാണ്. ഇവിടെ ഇപ്പൊ ഫേക്ക് പേരിലെല്ലാം വന്നിട്ട് കമന്റ് ഇടുന്നവരുണ്ട്. ഞാൻ ഇവിടെ ദീപ്തി എന്ന് പറഞ്ഞൊരു ജിഹാദി വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ദീപ്തി ഒന്നുമല്ല, പക്ഷെ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക ചെയ്തത്. ഞങ്ങളെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് കാണിച്ചു തരാം.
നിങ്ങളിവിടെ വാ, സംസാരിച്ചു, പൂർണ്ണ സമയം തരും, ഒരു വിഷയമില്ല, തെറി പറയുന്നേ ഉള്ളൂ. മനസ്സിലടാ? നിങ്ങൾ ഇങ്ങോട്ട് വാ. അപ്പം നിങ്ങള് ഞങ്ങളെയാണ് കേട്ടുന്നെങ്കിൽ, അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഒരു വിധത്തിൽ ഊരിപ്പോരാൻ പറ്റില്ല. നിങ്ങൾക്കതറിയാം. പിന്നെ ചെയ്യുന്ന എന്തെന്നാ, ഒരു വിധത്തിലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഇവിടെ നിസു വന്നിട്ടുണ്ട്. പൊണോഗ്രാഫിയേക്കാൾ മോശമായുള്ള ആ ബൈബിളാണോ കോപ്പി അടിക്കേണ്ടത്? എന്തേ മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കും നിസു? ഇതല്ലേ നമ്മുടെ ചോദ്യം. മുഹമ്മദ് എന്താ ഇത് പറയാഞ്ഞേ? മുഹമ്മദ് എന്താ ഇത് പറയാഞ്ഞേ? എന്റെ ചോദ്യം അതാ. നിങ്ങളുടെ മുഹമ്മദിന് ഇല്ലാത്ത അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? അള്ളാഹു പറഞ്ഞോ ബൈബിളിനെ പറ്റി ഇങ്ങനെ? പറഞ്ഞോ? ഇനി ഇതാ നിങ്ങളുടെ ഏറ്റവും വലിയ അവസരവാദം. പോണോഗ്രാഫിയേക്കാൾ ഇതായിട്ടുള്ള ഇതിൽ നിന്ന് കോപ്പി അടിച്ചിട്ടില്ല. അപ്പൊ നമുക്കത് തന്നെ എടുക്കാം. ഇപ്പൊ നിസു തന്നെ പറഞ്ഞൊരു കാര്യം, നിസു ഞങ്ങൾ അവസരം തരാം. ഇതെല്ലാം പറഞ്ഞു, ഈ ഇടയ്ക്ക് കയറലെന്നേ ഉള്ളൂ. നിസുവിന് നിങ്ങൾ ഇതിനുണ്ട്, ഈ നിസു ഇങ്ങോട്ടാണ് കയറാത്തത്. മനസ്സിലായില്ലേ? ഭയങ്കര അടവാണ്. കാരണം ഇവിടെ വരുമ്പോ ഈ വിഷയം വിട്ടു പോകാൻ നമ്മൾ സമ്മതിക്കില്ല. അതുവഴി കറങ്ങി തിരിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലും. അപ്പൊ ഇവിടെ നിസു എസക്കേൽ 23, നിസു പറഞ്ഞിട്ട് കാര്യമില്ല, മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കുക. അല്ലെ എസക്കേൽ പുള്ളി കണ്ടിട്ടില്ലേ? നിസു ആണോ ഇത് ആദ്യം കണ്ടേ? അല്ലെ നിങ്ങളുടെ അക്ബർ സാഹിബാണോ? നിങ്ങളുടെ മുഹമ്മദോ അള്ളാഹുവോ കണ്ടില്ലേ? അപ്പൊ പറയൂ, എന്തായിരുന്നു നിങ്ങളുടെ അള്ളാഹുവിന്റെ അഭിപ്രായം എസക്കേൽ 23 പറ്റി? നിങ്ങൾക്കില്ലാത്ത അഭിപ്രായം എങ്ങനെ അള്ളാഹുവിനുണ്ടാകുന്നേ? നിങ്ങൾക്കുള്ള അഭിപ്രായമാണ് അള്ളാഹുവിന്റെ അഭിപ്രായം. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വേറൊന്നിനോട് പ്രസക്തിയില്ല. കാരണം ഈ ഇതേ പുസ്തകത്തിന് ഇടയ്ക്കും നിങ്ങൾ തെളിവ് എടുത്തുകൊണ്ട് വരും. അതല്ലേ നിങ്ങൾ പറയുന്നേ? എങ്ങനെ ഒക്കും? രണ്ട് ബൈബിളിലല്ല അസുഖമില്ല, അതിന് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുക. അത് മൊത്തമാണോ? അത് കുറെ കാര്യം ശരിയുണ്ടോ? അപ്പൊ ഇന്നാളിലൊക്കെ പറഞ്ഞെന്താവും? ഈ പുസ്തകങ്ങളൊക്കെ എഴുതി എന്താവും? അടുത്തത്, ബൈബിളിൽ തീർച്ചയായിട്ടും ഇത് കേട്ടോ, തീർച്ചയായിട്ടും സ്വർഗരതിയെ പറ്റിയുണ്ട്, വ്യഭിചാരത്തെ പറ്റിയുണ്ട്. ബൈബിളിൽ ധാരാളം മ്ലേച്ഛമായ വിഷയങ്ങൾ, ഓരോ മനുഷ്യൻ ചെയ്ത പ്രവൃത്തികൾ വിമർശനാത്മകമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ എന്താ മുഹമ്മദിന്റെ ഇളയപ്പാന്റെയോ മറ്റൊരു സംഭവം ഉണ്ടല്ലോ, വിറക് വെട്ടുകാരി എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അയാളുടെ ഭാര്യയെ വഴിയിൽ മുള്ളു പെറുക്കിയിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളത് വായിച്ചേച്ച് ഉടനെ പറയുകയാണ്, ഇസ്ലാമിലെ ഒരു നബി ഇത് ഇങ്ങനെ വിറക് വെട്ടുകാരി എന്ന് വിളിച്ചു, അത് ഇതിങ്ങനെ രൂപത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഞാൻ ഖുറാനിൽ നിന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഓരോ കേസുകൾ, മുഹമ്മദിനെതിരെ സംസാരിച്ചവരുടെ കഥകൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് ആ ഇൻസിഡന്റ് ഏത് രൂപത്തിലെന്നറിയാതെ അങ്ങ് അടിക്കുകയാണ്. മുമ്പും പിമ്പും വായിച്ചു നോക്ക്, പിടികിട്ടിയോ? അപ്പോ ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളിപ്പോ ലോത്തിനെ എടുത്തുകൊണ്ട് വരിക. ലൂത്ത് നബി മനസ്സിലാക്കിക്കോണം. ഒരു കുടുംബജീവിതത്തിലൊന്നും ഒരു തരത്തിലും വിജയിക്കാതെ പോയ ഒരു മനുഷ്യനെ, സ്വന്തം മക്കളുമായിട്ട് രതിയ ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ നബിയാക്കിയ ഗതികേട്. നിങ്ങളെ സ്ഥലം ഗതികേടല്ല, നിങ്ങൾക്ക് അത് അലങ്കാരമാണ്. കാരണം ഇതൊക്കെ ഇല്ലേ എന്ത് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നബിയല്ല, നിങ്ങൾക്ക് നബി ആയതുകൊണ്ട് ഈ സങ്കടം വരുന്നത്. എന്നിട്ട് അയാൾ അങ്ങനെ ചെയ്തോ ഇല്ലയോ അറിയത്തില്ല, ഓർത്ത് നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചവരോട് നിങ്ങൾക്ക് പ്രതിപത്തി തോന്നുക സ്വാഭാവികമാണ്. ആരെയും കുഴപ്പമില്ല. ഞങ്ങൾക്ക് നബിയല്ല, ഞങ്ങൾക്ക് നബി അല്ലാത്തവനെ നബി ആക്കി തന്നിട്ട് പറയുകയാണ് ബൈബിളിൽ കുഴപ്പമുണ്ടെന്ന്. മനസ്സിലായോ? നിസുവിന്റെ ആൾക്കാരെ പോലുള്ളൊരു ബൈബിളിലുണ്ട്, അംശം തന്നെ ഇരിക്കുന്നത്. മുഹമ്മദിനെ പോലെ അത്രയും വൃത്തികെട്ടവരില്ലെന്നേ ഉള്ളൂ. തുറന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ചോദിക്കാറുണ്ടല്ലോ, അത്രയും ഗതികെട്ടവന്മാരില്ല. മനസ്സിലായില്ലേ? അത്രയും ഗതികെട്ടവരില്ല. എന്നാലും അതിനൊക്കെ ഒപ്പം വരുന്ന ആളുകൾ, ചതിയന്മാര്, ഈ ഒറ്റിക്കൊടുത്ത യൂദായെ പോലുള്ളവര്, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ, അവരൊക്കെ ചെയ്ത ദ്രോഹങ്ങളുണ്ട്. ഇല്ലെന്നാര് പറഞ്ഞു? അത് ബൈബിളിലുള്ള കാര്യം തന്നെയാണ്, സംശയിക്കാനൊന്നുമില്ല. നിങ്ങൾ അത് കോപ്പി അടിച്ചെന്നല്ല പറഞ്ഞത്, അതിലും വൃത്തികേടായിപ്പോയി, അതിലും അപ്പുറത്ത്. അതാ ഞങ്ങൾ പറയുന്നത്, ബൈബിളിലെ ഏതെങ്കിലും കുറ്റവാളിയായൊരു മനുഷ്യനെ എടുത്തുകൊണ്ട് വന്നാൽ അവൻ ദക്ഷിണ വെച്ച് പഠിക്കും മുഹമ്മദിന്. മനസ്സിലായോ? അവൻ ദക്ഷിണ വെക്കും, വെറ്റയും പാക്കും ഒക്കെ വെച്ച് അതിലേക്കൊരു നാണയത്തോട്ടും വെച്ചിട്ട് പുതിയ കലകൾ മുഹമ്മദിൽ നിന്ന് പഠിക്കും. തുറന്നു പറഞ്ഞാൽ സാക്ഷാൽ വാത്സ്യായന മഹർഷി വന്നിട്ട് ദക്ഷിണ വെക്കേണ്ട ആളാണ് മുഹമ്മദ്. ഇത് കൊണ്ടിട ഒരു റൂം, ഏതായാലും റൂം ഇടുന്നല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായോ? ഭാരതീയ മഹർഷിയായിരുന്ന വാത്സ്യായനം വന്നിട്ട് ദക്ഷിണ വെച്ച് പഠിച്ചിട്ട് പോകും, അതിനുള്ള കലകൾ അറിയാവുന്ന ഒരു മനുഷ്യൻ. മനസ്സിലായില്ലേ? ഞങ്ങൾ അങ്ങോട്ടായി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തരാൻ ധൈര്യമുണ്ടോ? എന്താ ഇല്ലാതെ പോന്നെ? ഞങ്ങൾ നിസു മോശമെന്ന് പറഞ്ഞ് റൂം ഇട്ടോ? നിസുവിനെ പറ്റി ആക്ഷേപം നടത്തിയോ? അല്ലെ നിങ്ങളുടെ ആളിനെ പറ്റി ആക്ഷേപം? ഞങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഒരാൾ 2 പെണ്ണ് കെട്ടിയിട്ട് ഉപേക്ഷിച്ചോ, നിങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ ഒളിച്ചു പോയതോ, നിങ്ങളുടെ കൂടെ നിന്ന് ഒരാളെ സ്പിരിറ്റ് കേസിൽ പിടിച്ചോ ഒന്നും വെച്ച് ഞങ്ങൾ റൂം ഇടുകയല്ല. നമുക്ക് അത്ര അതപ്പതൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ വിഷയമുണ്ട്. ആ വിഷയം മനുഷ്യരാശിയുടെ മുഴുവൻ എക്കാലഘട്ടത്തിലെയും നീചപ്രവൃത്തിയിലേക്കും തിന്മയിലേക്കും ഒരു നന്മയും പറയാനില്ലാത്ത, ഒരു ഗുണവും പറയാനില്ലാത്ത
മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ സഹാബികളെയും ആ കിതാബിനെയും അതിന്റെ വൃത്തിഹീനതകളെ സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് അവസരം തരുന്നു, നിങ്ങൾ ഒരു സംസാരിക്കും. ഇപ്പൊ നിർത്താൻ വേണ്ടി ഒരുങ്ങിയതാണ്, നിർത്തുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടേ വരാം, അത് നമ്മൾ കേൾക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അവസരം തരും. യഹോവ ചെയ്ത് കണ്ട പെണ്ണുങ്ങളെ ദാവീദിന് കൊടുത്ത ദൈവമല്ലേ, അത് തെളിയിച്ചു. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ അവസരം തരാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അവസരം തരാം, വരൂ. എന്നിട്ട് ഏത് പെണ്ണിനെ കൊടുത്ത് കൃത്യം പറയണം. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ തെളിവുണ്ട്, തെളിവ് ഉദ്ധരിച്ചേ ഞങ്ങൾ സംസാരിക്കുള്ളൂ. ഞങ്ങൾ കൃത്യം തന്നെ പറയും. ആ, നിങ്ങളുടെ മുഹമ്മദ് വന്നിട്ട് കുളി കഴിഞ്ഞു വരുന്ന പെൺകുട്ടിയെ, നമ്മുടെ സൈനബിനെ കൃത്യമായിട്ട് തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്ത്രമിറക്കി. അള്ളാഹു അവിടെ വന്ന് ആയത്തിറക്കി കൊടുത്തു. നിങ്ങൾ ഇതുപോലെ ഏത് ആളിന്റെയാന്ന് പറ. ഏത് പെണ്ണിനെയാണ് ദൈവം ഇദ്ദേഹത്തിന് കൊടുത്ത ഏത് പെണ്ണിനെയാണ് പറ. അത് പറയണ്ടേ? ഇത് പറയാതെ വന്നേച്ച് നിങ്ങളുടെ വ്യാഖ്യാനം കേൾക്കേണ്ട കാര്യമുണ്ടോ? അതാണ് നിങ്ങൾ പറയേണ്ടത്. അത് നിങ്ങൾക്ക് കഴിയില്ല. അപ്പോ ഞങ്ങളിത് പറയാൻ ബാധ്യസ്ഥരായി തീരുന്നപ്പോഴാ നിസു അപ്പുറത്തെല്ലാം കിടന്ന് തകർത്ത് തരിപ്പണമാക്കിയതൊക്കെ കേട്ടു. നിസു ഈ 10-15 പേര് കേൾക്കുന്ന റൂം ഇട്ട് ഇങ്ങോട്ട് വാ, മനസ്സിലായോ? ഇത് ഇപ്പൊ തന്നെ ഉണ്ട്, തീരാൻ തുടങ്ങി. അതൊന്ന് 296 പേരുണ്ട്. നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം, വിഷയം ഇട്ട് സംസാരിക്കാം. നിസു ഇവിടെ കയറി ഒന്നാരും അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത്. അല്ല കണ്ടീഷനായിട്ട് ബൈബിള് വിമർശിച്ചോ, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ. പക്ഷെ തെളിവ് തരണം. ചാക്കോപ്പാഷ പറഞ്ഞു, അല്ല റെഫറൻസ് വെച്ച് സംസാരിക്കാൻ ശേഷിയുള്ളവരെ ഇങ്ങോട്ട് കയറാവുള്ളൂ. പിടികിട്ടോ? അല്ലെങ്കിൽ പോയി കുളിസീൻ കണ്ടതിന്റെ പേരിൽ ദാവീദിന്റെ പെണ്ണുങ്ങളെ കൊടുത്ത ചെയ്ത് അത് നിങ്ങൾ തെളിവോടെ പറയൂ. നിങ്ങൾ തെളിവോടെ വന്നിട്ട് പറയൂ. ഇതല്ലേ പറയണ്ടേ? നിങ്ങൾ തെളിവോടെ വന്നിട്ടാണ് പറയേണ്ടത്. ഇത് ചെയ്യത്തില്ല. ഇനി ഇവർക്ക് ഒരു വിഷയം കണ്ടം. ഫഹദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചൊരു പദമാണ്. ഉടനെ പോയിരിക്കുന്ന ഒരു ക്ലബിന്റെ പേരാണ്. നിങ്ങൾ ആലോചിച്ചു ഇവന്മാരുടെ ഗതികേട്. ഇവർ എവിടെ ചെന്നിരിക്കുന്നു? സ്വന്തമൊക്കെ ഇടുന്നീസു സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും ഒന്നുണ്ടാകട്ടെ. ജൂതന്റെ സർക്കംസിഷൻ എടുത്തു, മറ്റേ മജൗസികളുടെ കുറെ കഥകൾ എടുത്തു, ചിൻവാദ് പാലം പോലുള്ള ചിലത്, ബൈബിളിൽ നിന്ന് ചിലത് കോപ്പി അടിച്ച വഴിക്ക് തെറ്റിപ്പോയി കിട്ടിയതൊക്കെ പെറുക്കി എടുത്ത് ഉണ്ടാക്കി വെച്ചൊരു മതം. നിങ്ങൾക്ക് ഇന്ന് ഈ മോഷണം നിർത്താറായില്ലേ? അന്യന്റെ മതവും അവന്റെ വിശ്വാസവും അവിടുന്ന് കിട്ടാവുന്ന അതും ഓർത്തോണം. സകല മതങ്ങളും തള്ളിക്കളഞ്ഞ വേസ്റ്റ് വെച്ചുണ്ടാക്കിയാണ് ഇസ്ലാം. അതിന്റെ തെളിവ് എന്താ? ഏതെങ്കിലും തലയ്ക്കകത്ത് ബോധമുള്ളവൻ ഈ ലോത്തിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുമോ? തലയ്ക്കകത്ത് നേരിയ വെളിവുള്ളവൻ ലോത്തിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ലോത്തിന് ലോകത്താരെങ്കിലും, യഹൂദന് പ്രവാചകനല്ല, ക്രൈസ്തവന് പ്രവാചകനല്ല, ലോത്ത് പോയ സ്ഥലത്തെ മനുഷ്യന് പ്രവാചകനല്ല. ഈ വേസ്റ്റിനെ പിടിച്ച് പ്രവാചകനാക്കാൻ മുഹമ്മദിനല്ലാതെ ആർക്കെങ്കിലും മൂളയുണ്ടോ? നിങ്ങൾ ആലോചിച്ചേ. അള്ളാഹുവിനല്ലാതെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഈ വേസ്റ്റ് ആയിട്ടുള്ള ഒരുത്തനെ പിടിച്ച് പ്രവാചകനാക്കിയിട്ട് ലൂത്ത് നബി എന്താണ് ഈ വിവരദോഷിയായ അള്ളാഹുവിനെ പറ്റി പറയണ്ടേ? അല്ല ഇവരെ പറ്റി പറയണ്ടേ? ഇതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ വേസ്റ്റ് പറക്കരുത്, മോശമാണ്. മനസ്സിലായേ? കണ്ട വേസ്റ്റ് എല്ലാം കൂടെ പിറക്കി, ആക്രിയെല്ലാം പിറക്കി വിളക്കി കൂട്ടി ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുക. ഈ തെർമോസെറ്റിംഗ് കോണ്ടാക്ട് നമ്മുടെ ശരീരം ചൊറി, പഴയ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിട്ട് ഉരുക്കിയെടുക്കുന്ന ചെരുപ്പ് കിട്ടും. ഈ സാധനമാണിത്. അതായി ചൊറിച്ചില്. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളുടെ സംഗതി ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളിലെല്ലാം ഇങ്ങനെയാണ്. അതായത് എല്ലാ മതവും തള്ളിക്കളഞ്ഞ സകല മനുഷ്യർക്ക് വേണ്ടാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് യൂദാ നബി ഇവിടെ ഉണ്ടാവും. യേശുവിനെ ഒറ്റിക്കൊടുത്ത ആളിനെ വേണം യൂദാ നബി എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ വിക്രമൻ നബി, മുത്തു നബി, ഡാഗിനി നബി എന്നൊക്കെ പറയുന്നത് തുടങ്ങും. ഞങ്ങൾക്കൊരു ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ കളഞ്ഞിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കുക. ചുമ്മാതെ എന്നിട്ട് മര്യാദയ്ക്ക് ഒരു കമന്റ് ഇട്ട് നിങ്ങളുടെ ആൾക്കാർ ഇടുന്ന കണ്ടാൽ മതിയായിരുന്നു. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് ഓരോ തിടുകാണ്. ഈ ദാവീദ് വിമർശനം തുടങ്ങിയിട്ട് വർഷം എത്രയായി? ദാവീദ് വിമർശനം തുടങ്ങി. ഇപ്പൊ ദാവീദിനെ ഇങ്ങനെ വിമർശിക്കുക. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ മെഴുകുന്നുണ്ടോ? നിങ്ങളുടെ വിട്ട് ദാവീദ് അങ്ങനെ ചെയ്ത് അന്നത്തെ ഒരു കഷ്ടമായിരുന്നു. തന്നെയല്ല, ആയത്തുകളല്ല, മറ്റേ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ഹദീസുകൾ നിവേദനം ചെയ്യാൻ വേണ്ടിയിട്ട് ഊരിയാവിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര കഴിവായിരുന്നു, അവർ പണ്ഡിതയായിരുന്നു, അതിന് പെട്ടെന്ന് ദൈവം ഒരുക്കി കൊടുത്തൊരു സംവിധാനം. ഞങ്ങൾ ഇത് വല്ലതും പറഞ്ഞോ? വല്ലവന്റെയും ഭാര്യയെ കണ്ടിട്ട് കൺട്രോൾ പോയ ആള് തന്നെ ആ മനുഷ്യൻ അംശം ധരിക്കുന്നു. ഇതേ വഴി തന്നെ മുഹമ്മദ് ഒരു പരമ്പര പോലെ ചെയ്യുകയാണ്. ഒരു പരമ്പര പോലെ ഓർത്തു നോക്കിക്കണം. ഞാനിവിടെ വന്നപ്പോ അല്പം മുമ്പ് നമ്മുടെ അബ്ബാസ് സിസ്റ്റർ ആണല്ലോ, മറ്റേ ലീ സിസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുക പട്ടി കുറയ്ക്കുന്ന ഒരു ശബ്ദം കിട്ടും. എനിക്ക് ചിരി വന്ന തരം. കാരണം മുഹമ്മദിന് ഏറ്റവും പ്രയാസമായി പട്ടി. മനസ്സിലാക്കണം എന്താ കാര്യം? ഈ മനുഷ്യന് രാത്രി 10-11 സ്ത്രീകളുടെ അടുത്ത് പോകണം, കുളിയും തന്നെ ഇല്ലാതെ. ഓർത്തോണം. പട്ടിയുണ്ടെ വലിയ പ്രയാസമാണ്, പട്ടി കയറി കടിക്കും. അതുകൊണ്ട് പട്ടിയെ അങ്ങ് നിരോധിച്ചു. അങ്ങനെ വീണടം വിദ്യയാക്കുന്ന ഒരു മകാൻ, പുള്ളിയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറെ പോട്ടന്മാരായിട്ടുള്ള ഖലീഫമാര്, ഓർത്തോണം, അല്ലെങ്കിൽ സഹാബിമാര്,
ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവർ ഈ സമൂഹത്തിലെല്ലാം നടന്ന് കടങ്കഥകളുടെ വേസ്റ്റ് പിറക്കി ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് വന്ന് സംസാരിക്കുകയാണ്. ഇത് ഭയങ്കര മഹത്തരം. ഇതിന്റെ ഒരു വരിക്ക് തത്തുല്യമായ ഒരു വരി നിങ്ങൾക്ക് എന്തിന് ഈ വിവരദോഷത്തിന്റെ വരി എഴുതി ഉണ്ടാക്കുന്നവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വിവരക്കേടുകൾ മാത്രം എഴുതി ഉണ്ടാക്കുക. ആന വന്നില്ല ഞാൻ പറഞ്ഞു. അൽഫീൽ എന്നൊരു അധ്യായമുണ്ട്. ചാക്കോപ്പാഷ കുറെ ആടിയാൻ കാണും. ചാക്കോപ്പാഷ ഇപ്പം കഴിഞ്ഞ് നമുക്ക് പോയാൽ മതി. ഏതായാലും ഇവർ വന്നല്ലേ. ഈ അൽഫീൽ എന്ന് പറഞ്ഞൊരു അധ്യായം 105 എനിക്ക് തോന്നുന്നു. അതിനകത്താണ് അബ്രഹാത്ത് എന്ന് പറഞ്ഞ രാജാവ് ആനയും കൊണ്ട് യുദ്ധത്തിന് വന്നു. നോക്കണം, ഇത് മദ്രസ പൊട്ടന്മാരല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ 10,500 കിലോമീറ്റർ ദൂരെ മിഡിൽ ഈസ്റ്റ് ആണ്, നിങ്ങൾ ഓർത്തോണം. 10,500 കിലോമീറ്റർ യമനിൽ നിന്ന് ആനപ്പുറത്ത് കയറി യുദ്ധത്തിന് പോവാ. എവിടേക്ക്? അങ്ങ് മെക്കയിലേക്ക്. ഞാനിത് ചോദിച്ചാൽ ഇന്നലെ വന്ന് നമ്മുടെ ഇസ്മായിൽ എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞത് ആനയുടെ യുദ്ധം പണ്ടുകൊണ്ടായിരുന്നു. ആന യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ മിഡിൽ ഈസ്റ്റ് ഇത് പ്രായോഗികമാണോ? ആനയ്ക്ക് ഇവിടുന്ന് വെള്ളം കൊടുക്കും. എത്ര ആനകളെ കൊണ്ടുപോകണം? അപ്പൊ ഈ ആനയും കൊണ്ട് 1,500 കിലോമീറ്ററോളം ദൂരം ചെന്നു എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന കക്ഷികൾ. ഇനി ദൈവത്താലല്ല, അത് മനുഷ്യൻ ചെയ്യുന്നതാണ്. ദൈവത്താലാണ് ദൈവം തന്റെ കഴിവ് കൊണ്ട് യുദ്ധം കൂട്ടിക്കൂ. പക്ഷെ ഇത് എങ്ങനെ ആനയും കൊണ്ടുപോകും? അതിനവിടെ ആനകളുണ്ടായിരുന്നു. ഇതിനൊന്നും ഉത്തരവില്ല. ഇത് ഞങ്ങൾ ഇതിന് തത്തുല്യമായ ഒരെണ്ണം കൊണ്ടുവരാമോ ചോദിച്ചേക്കുക. ഈ പൊട്ടത്തരത്തിന് തത്തുല്യമായിട്ട് കൊല്ലം കൊണ്ടുവരാൻ പറ്റുമോ ആർക്കെങ്കിലും? അപ്പൊ ഇത്തരം പൊട്ടത്തരങ്ങൾ വിശ്വസിച്ചിട്ട് ചെറുപ്പം മുതൽ ഇത് കേട്ട് പഠിച്ചിട്ട് ഉത്തരവില്ല. ഇതിനൊക്കെ വന്നൊരു മറുപടി പറ. നമ്മൾ സാധാരണ ഈ മുഹമ്മദിനെ പറ്റി പറയും, ഇതര കാര്യങ്ങളൊക്കെ മാറ്റാം. ഞങ്ങൾ അതെല്ലാം അങ്ങ് മാറ്റാം. ഞങ്ങൾ ഇനി വേണേ അടുത്ത ദിവസം ഒരു റൂം ഇടാം, ഖുറാനിലെ പൊട്ടത്തരങ്ങൾ ഇടാം. ഇട്ട് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഓരോന്നും ചന്ദ്രൻ വളർന്നത്, ഈ ആന, അതുപോലെ തന്നെ മരം കൊത്തി ഈ ഇവിടെ കഥയുണ്ട്. മറ്റേ ബിൽക്കീസ് രാജ്ഞിയുടെ മരം കൊത്തിയുടെ കഥ. സുലൈമാൻ ഒരു രാത്രി 90 സ്ത്രീകളോടൊപ്പം ശയിച്ച കഥയുണ്ട്. അതൊക്കെ ഇടാം, ഞങ്ങൾ ചർച്ചയ്ക്ക് ഇടാം. നിങ്ങൾക്ക് വരാം. നിങ്ങൾ അതങ്ങ് വെളുപ്പിക്ക്. എന്തോ നിങ്ങൾ പറയുന്നത് കേൾക്കട്ടെ. ഇങ്ങനെ വിവരദോഷങ്ങളുടെ ഒരു വലിയ സമാഹാരം ഇത് വെച്ചിട്ട് ഞങ്ങളോട് വന്നിട്ട് പഠിപ്പിക്കുക. എന്നിട്ട് ബൈബിളിൽ നിന്നൊരു വാക്യം വായിച്ചിട്ട് അതിന്റെ മുമ്പും പിമ്പും എന്താണെന്നറിയാതെ ചിലടത്ത് വരുമ്പോൾ പറയും അത് മുഹമ്മദാണ്. മനസ്സിലാക്കിക്കോളാം. ഞങ്ങൾ ചോദിക്കുക അത് മുഹമ്മദ് പറഞ്ഞോ? ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു? ഒരു പിടിയില്ല. 2, ബൈബിളിൽ കുറെ അശ്ലീലമുണ്ട്. എസക്കേൽ 23. ഈ അശ്ലീലം മുഹമ്മദ് കണ്ടുപിടിച്ചോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? മിണ്ടാട്ടം ഇല്ല. നിങ്ങൾ ഇത് കണ്ടുപിടിച്ചു. അപ്പൊ മുഹമ്മദാണോ നിങ്ങളാണോ കേമൻ? നിങ്ങൾക്ക് ഊരാൻ പറ്റില്ല സുഹൃത്തെ. നിങ്ങൾ ബൈബിളെ തൊട്ടാ വിജയിക്കില്ല സുഹൃത്തെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ സ്ഥിതി. ഏതായാലും ഞാൻ ഇവരെ ഇവിടെ കമന്റ് ഇട്ട ചില മഹാരഥന്മാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. റഫീഖ് മുകളിൽ കയറി വരൂ, സംസാരിച്ച് ഇവിടെ വന്നു. ഒരു വിഷയമില്ല. റഫീഖാണ് സംസാരിക്കാൻ. ഞങ്ങളത് ക്ഷണിച്ചിട്ടുണ്ട്. വാ, ഒരു വിഷയമില്ല. ഞാൻ ഇപ്പോൾ ക്ഷണിച്ചു.